ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നില്ലേ? തുടങ്ങാം. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കൂ. മിസ്റ്റർ നിജിൻ ഓൺ എ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇൻ മുംബൈ. He earned rupees 6 lakh as rent from in financial year 2019-20. The municipal valuation is 4 lakh 80,000. Fair rent is 4 lakh 50,000. Standard rent under Rent Control Act is 4 lakh 20,000. However, out of 6 lakh, unrealized rent is 50,000. Further, he has paid interest of 2 lakh 30,000 in the current year, and in reconstruction period rupees 10 lakh on loan taken on this property, and a municipal tax of 30,000. What is the income from house property of Mr. Nijin for the assessment year 2021-22? അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? മിസ്റ്റർ നിജിൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അയാൾക്ക് എന്തുണ്ട്? ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. അതിൽ നിന്നും അയാള് 6 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നുണ്ട്? റെന്റ് ഏൺ ചെയ്യുന്നുണ്ട്. അതായത് അയാളുടെ ആക്ച്വൽ റെന്റ് ഒരു വർഷത്തേക്ക് 6 ലക്ഷം രൂപയാണ്. ഓക്കെ. മുനിസിപ്പൽ വാല്യൂ ഉണ്ട്. എത്രയാണ്? മുനിസിപ്പൽ വാല്യൂ വരുന്നത് 4,80,000 ആണ് മുനിസിപ്പൽ വാല്യൂ വരുന്നത്. ഫെയർ റെന്റ് ഉണ്ട്. എത്രയാണ്? 4,80,000. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള 4 ടൈപ്പ് ഓഫ് റെന്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ? 4 ടൈപ്പ് ഓഫ് റെന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കുക. പിന്നെ നമ്മോട് പറയുന്നുണ്ട് 6 ലക്ഷം രൂപയാണ് നമ്മുടെ നമുക്കൊരു വർഷം കിട്ടേണ്ടിയിരുന്ന റെന്റ്. പക്ഷെ അതിൽ 50,000 രൂപ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് എത്രയുണ്ട്? 50,000 റുപ്പീസ് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. ഓക്കെ. ദെൻ പിന്നെ പറയുന്നത് അയാള് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ട്. എത്രയാണ്? 2,30,000 അയാൾ ഇൻട്രസ്റ്റ് കറന്റ് ഇയറിൽ 2,30,000 രൂപ ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റീകൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് 10 ലാക്ക് ഉണ്ട് എന്നാ പറയുന്നത്. പിന്നെ മുനിസിപ്പൽ ടാക്സ് 30,000 രൂപയുണ്ട്. ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം നമുക്കറിയണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് റെന്റ് തന്നിട്ടുണ്ട്. 4 ടൈപ്പ് ഓഫ് റെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണ്. ഓക്കെ. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ കേസിലുള്ളതൊക്കെ, അതായത് എന്താ പറയാ, ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ ടേബിൾ ആക്കിയിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോളത്തിനകത്ത് 2 സെക്ഷൻ ആക്കിയിട്ട് അത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഹെഡ് കൊടുക്കുക. എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്നുള്ള ഹെഡ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ. ക്ലിയർ ആണ് എന്നാണ് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹെഡ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ, GAV അല്ലെ? ഗ്രോസ് ആനുവൽ വാല്യൂ. അസസ്മെന്റ് ഇയർ. ഈ ക്വസ്റ്റ്യൻ അസസ്മെന്റ് ഇയർ ഏതാണ്? അസസ്മെന്റ് ഇയർ അതായത് 2021-22 ആണ്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളിപ്പോ പഠിക്കുന്ന വർഷം 2024-25 ആണ്. 2024-25 എഴുതിയാലും മതി. ഓക്കെ. നമ്മൾ ക്വസ്റ്റ്യൻ ഉള്ളത് തന്നെ ഇപ്പൊ തൽക്കാലം എഴുതുന്നു. ഏതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്? 2021-22 അല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 2021-2022. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഏറ്റവും ആദ്യം കമ്പാരിസന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഏത് റെന്റ് ആണ്? ഫെയർ റെന്റൽ വാല്യൂം അതുപോലെ തന്നെ മുനിസിപ്പൽ റെന്റൽ വാല്യൂം തമ്മിലാണ് നമ്മൾ ആദ്യം കമ്പയർ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നു ഫെയർ റെന്റൽ വാല്യൂ. ഫെയർ റെന്റൽ വാല്യൂ എന്നുള്ളതിന് ഞാൻ FRV എന്നാണ് എഴുതുന്നത് കേട്ടോ.
FRV. ഈ ക്വസ്റ്റ്യനിൽ FRV അല്ലെങ്കിൽ F ന് എഴുതിയാൽ മതി, ഫെയർ വാല്യൂ. ഈ ക്വസ്റ്റ്യനിൽ ഫെയർ റെന്റൽ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? എത്രയാണ് തന്നിട്ടുള്ളത്? ഫെയർ റെന്റൽ വാല്യൂ നമുക്ക് 4,50,000 തന്നിട്ടുണ്ട്. 4,50,000, 4,50,000 അല്ലേ? ദെൻ മുനിസിപ്പൽ റെന്റൽ വാല്യൂയോ? MRV. മുനിസിപ്പൽ റെന്റൽ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? മുനിസിപ്പൽ റെന്റൽ വാല്യൂ 4,80,000, 4,80,000, 4,80,000. ഓക്കെ, നമ്മുടെ റൂൾ എന്താണ്? നമ്മുടെ റൂൾ എന്ന് പറഞ്ഞെങ്കിൽ ഇത് രണ്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് അതിലെ ഏതെടുക്കുന്നു? അതിലെ ഹയർ എടുക്കുന്നു അല്ലെ? വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ ഇതിലെ ഹയർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതിലെ ഹയർ എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ വരിക? 4,80,000 ആണ് ആ കമ്പാരിസന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 4,80,000. ഓക്കെ, ആ 4,80,000 നമുക്ക് ആ കമ്പാരിസൺ ആൻസർ ആയതുകൊണ്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ കാണിക്കാം കേട്ടോ. 4,80,000. ഓക്കെ, 4,80,000 ആണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? ആ ഹയർ ഒന്നാമത്തെ കമ്പാരിസണിൽ കിട്ടിയ ആ 4,80,000 ആ ഹയറിനെ നമ്മൾ ഇനി ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? അടുത്ത റെന്റ് ഏതാണ്? സ്റ്റാൻഡേർഡ് റെന്റ് അല്ലെ? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യണം. അപ്പൊ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുള്ളത് 4,20,000 ആണ് അല്ലെ? ക്വസ്റ്റ്യൻ നോക്കി, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഇതാ എവിടെയാ? ഇതാ സ്റ്റാൻഡേർഡ് റെന്റ് അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട് ഈസ് 4,20,000. 4,20,000 ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 4,20,000 എന്ന് എഴുതുക. 4,20,000, 4,20,000. ക്ലിയർ? ഇനി നമ്മൾ ഈ ഒന്നാമത്തെ കമ്പാരിസണിൽ കിട്ടിയ റിസൾട്ടും ദെൻ അടുത്ത സ്റ്റാൻഡേർഡ് റെന്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പെക്റ്റഡ് റെന്റ് എന്നുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ എക്സ്പെക്റ്റഡ് റെന്റ് എത്രയാണ് വരിക? എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ സ്മോൾ വാല്യൂ ആണ് അല്ലെ? ലോവർ വാല്യൂ ആണ്. അപ്പൊ ഇതിലെ ലോവർ വാല്യൂ ഏതാന്ന് നോക്കാം. ഇതിലെ ലോവർ വാല്യൂ ഏതാണ്? 4,80,000, 4,20,000 കൺട്രോൾ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ലോവർ വാല്യൂ എന്ന് പറഞ്ഞത് 4,20,000 ആണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ റിസൾട്ട് 4,20,000 ആണ്. ആ 4,20,000 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? 4,20,000 വിളിക്കുന്ന പേര് എന്താണ്? എക്സ്പെക്റ്റഡ് റെന്റ് എന്നാണ് ആ 4,20,000 നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേര് എക്സ്പെക്റ്റഡ് റെന്റ് ആണ്. ഇനി ഈ എക്സ്പെക്റ്റഡ് റെന്റും എന്തും തമ്മിൽ കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, ദെൻ ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റ് എത്രയാണ്? ആക്ച്വൽ റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്ച്വൽ റെന്റ് എത്രയാണ്? എവിടെയാ? ഇതാ, Mr. Nijin owned a residential property in Mumbai. He earned 6 lakh as rent from it in financial year 2019-20. അപ്പോൾ ഇവിടെ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് എന്താണ്? 6 ലക്ഷം രൂപയാണ്. പക്ഷെ 6 ലക്ഷത്തിൽ നമുക്ക് ഒരു 50,000 രൂപ അൺറിയലൈസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 6 ലക്ഷം മൈനസ് 50,000. അപ്പൊ ആക്ച്വൽ റെന്റ് എത്ര വരുന്നത്? 5,50,000 ആണ് വരുന്നത്. 5,50,000. ഓക്കെ, 5,50,000 ആണ് ഇവിടെ ആക്ച്വൽ റെന്റ് വരുന്നത്. അതായത് 6 ലക്ഷം രൂപയാണ് കോസ്റ്റിൽ എന്ന് പറയുന്നുണ്ട്, 6 ലക്ഷം ആണെന്നുള്ളത്. പക്ഷെ ആ 6 ലക്ഷത്തിൽ 50,000 രൂപ എന്താണ് കോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്? അൺറിയലൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 5,50,000. ക്ലിയർ? ഇനി ഈ രണ്ട് കമ്പാരിസണിൽ, അതായത് എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റിസൾട്ട് ഹയർ ആണ്. ആ ഹയർ എന്ന് പറയുന്നത് ഏതാണ്? 5,50,000 ആണ്. ഓക്കെ, 5,50,000. അപ്പൊ ഇവിടെ ഈ കമ്പാരിസണിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഗ്രോസ് അനൽ വാല്യൂ ആയിട്ട് വരുന്നത് എത്രയാണ്? 5,50,000 ആണ്. 5,50,000 ആണ് എന്ത് ഇവിടെ നമുക്ക് GAV വരുന്നത്. ഓക്കെ, ക്ലിയർ? GAV എത്രയാണ്? 5,50,000. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഇല്ലല്ലോ? ഗ്രോസ് അനൽ വാല്യൂ എത്രയാണ്? 5,50,000. സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ,
ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. അടുത്തത് എന്താണ്? രണ്ടാമത്തെ ടേബിൾ എന്നുള്ള രീതിക്ക് രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? നമ്മൾ ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു 2021, 2022 വർഷത്തെ അയാളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ അസസ്മെന്റ് ഇയറിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇനി അടുത്ത ചെയ്യാണ്. എന്താണ് അടുത്ത ടേബിൾ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹെഡ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെയിം നേരത്തെ ഇതേപോലെ തന്നെ അസസ്മെന്റ് ഇയർ 2021, 2022. ഓക്കെ, നമ്മള് ഈ 2021, 2022 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2022, 21, 22 ആയാലും 2024, 25 ആയാലും ഹൗസ് പ്രോപ്പർട്ടിയുടെ ഹെഡില് നമുക്ക് എന്തില്ല, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സാലറിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നമുക്ക് മാറ്റങ്ങളൊന്നും ഇല്ല. അതായത് നമുക്ക് 2021, 22 പ്രോബ്ലം ഇവിടെ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഹൗസ് പ്രോപ്പർട്ടി ഹെഡില് യാതൊരുവിധ ചേഞ്ചസും ഈ വർഷത്തിൽ വന്നിട്ടില്ല. 2024, 25 വർഷത്തിലേക്ക് വരുമ്പോൾ വന്നിട്ടില്ല. ഓക്കെ, സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് ഏറ്റവും നമ്മുടെ ആദ്യത്തെ ഫോർമാറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ട ഐറ്റം ഏതാണ്? ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ വെച്ചാൽ തുടങ്ങുക. കാരണം ഇതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടാവില്ല, 0 ആയിരിക്കും അല്ലെ. ഇതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടി ആണ്. അതുകൊണ്ട് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 5,50,000. നമ്മൾ അത് എഴുതുന്നു, 5,50,000. ഇനി ലെസ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ലെസ് മുനിസിപ്പൽ ടാക്സ്. ഞാൻ ഇതിന് ചുരുക്കി MT എഴുതുന്നു. അതായത് എന്താണ് മനസ്സിലാക്കുക? മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സ് നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ ഇവിടെ ലാസ്റ്റ് പോയിന്റ് ഇതാ. മുനിസിപ്പൽ ടാക്സ് ഓഫ് ₹30,000. 30,000 രൂപ എന്തുണ്ട്? മുനിസിപ്പൽ ടാക്സ് ഉണ്ട്. 30,000, 30,000 രൂപ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ മൈനസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിനകത്ത് ഇടാം, അല്ലെങ്കിൽ മൈനസ് സൈൻ ഇട്ടിട്ട് എഴുതാം 30,000. ഓക്കെ, 30,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? നെറ്റ് ആനുവൽ വാല്യൂ എന്ന് അതിനെ വിളിക്കാം. നെറ്റ് ആനുവൽ വാല്യൂ അല്ലെ. നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണ് ഇവിടെ വരുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ 5,50,000 നിന്നും 30,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5,20,000 അല്ലെ. നെറ്റ് ആനുവൽ വാല്യൂ NAV. നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണ് വരുന്നത്? 5,20,000. ക്ലിയർ? ഇനി ആ നെറ്റ് ആനുവൽ വാല്യൂ നിന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇതുപോലെ ഇൻകം ഫ്രം സാലറിയെ പോലെ തന്നെ എന്താണ് ഒരു ഓട്ടോമാറ്റിക് ഡിഡക്ഷനും നമുക്ക് ഇതിലും വരുന്നുണ്ട് അല്ലെ. അത് ആ ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ നമ്മൾ ഇൻകം ടാക്സ് വിളിക്കുന്ന പേര് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയിൽ 50,000 ആണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എത്രയാണ്? നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% ആണ് അല്ലെ. ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിഡക്ഷൻസ് ഒക്കെ ഏത് സെക്ഷനിലാണ്? അത് ആദ്യം പറയൂ. ഏത് സെക്ഷനിലാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സെക്ഷൻ? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 അല്ലെ. സെക്ഷൻ 24ലാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിഡക്ഷൻസ് വരുന്നത്. ഓക്കെ, 3 ഡിഡക്ഷൻസ് ആണ് ഉണ്ടാവുക. 3 ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, മറ്റു 2 എന്താണ്? ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആണ്. ഇൻട്രസ്റ്റ് കറന്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പം ഇതിൽ ഒന്നാമത്തെ ഡിഡക്ഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുതുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് 30% ആണ്. 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂയുടെ 30%. നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണ്? നമുക്കറിയാം. എത്രയാണ്? 5,20,000 ആണ്. ആ 5,20,000ന്റെ എത്ര ശതമാനം? എത്ര ശതമാനം? 30%. ഓക്കെ, അപ്പൊ അത് കാണുക. അത് എത്രയാണ് വരുന്നത്? 1,56,000 വരും. 1,56,000 ആണ് വരുന്നത്. 1,56,000. ക്ലിയർ? അത് നമുക്ക് മൈനസ് ഫിഗർ ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് ഒരു 1,56,000.
ഇനി അത് ക്ലിയർ ആണല്ലോ. 1,56,000. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? അടുത്ത രണ്ടാമത്തെ ഡിഡക്ഷൻ ആയിട്ടുള്ള സംഭവം എന്താന്ന് നോക്കുക. രണ്ടാമത്തെ ഡിഡക്ഷൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ അടുത്ത ഡിഡക്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. അത് ഏത്? കറണ്ട് ഇയറിൽ അല്ലേ? കറണ്ട് ഇയറിലെ ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്കറിയാം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇൻട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ കുറച്ചധികം നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് അൺലിമിറ്റഡ് ആണ്. എത്ര എമൗണ്ട് വന്നിട്ടുണ്ടോ അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിഡക്ട് ചെയ്യാം. പക്ഷെ സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ കുറെ ലിമിറ്റുകൾ പറയുന്നുണ്ട് അല്ലെ? എന്തൊക്കെയായിരുന്നു ലിമിറ്റ്? ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ ലിമിറ്റ്? ഒന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടി റിപ്പയർ റിന്യൂവൽ ആവശ്യത്തിനാണ് എങ്കിൽ എന്താണ് 30,000 രൂപയാണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് എന്താണ് 1/4/1999 മുമ്പാണെങ്കിലും 30,000 രൂപയാണ് നമുക്ക് കിട്ടുക. എന്താണ് മീൻസ് ഡിഡക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും പറയുന്നുണ്ട് 30,000 രൂപ എപ്പോഴാണ്? 1/4/1999 ശേഷം തന്നെയാണ് എന്ത് നമ്മൾ ആ ഒരു എന്താണ് പ്രോപ്പർട്ടി വാങ്ങിയത്. പക്ഷേ ആ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. വിത്തിൻ 5 ഇയർ 5 വർഷത്തിനുള്ളിൽ ലോൺ എടുത്ത് 5 വർഷത്തിനുള്ളിൽ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷനോ പർച്ചേസോ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും എന്താണ് 30,000 രൂപ തന്നെയാണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ആ 5 വർഷത്തിന് മുകളിൽ മീൻസ് 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്താണ് ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയോ ലോൺ എടുത്തു 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയോ അല്ലെങ്കിൽ പർച്ചേസ് നടത്തുകയോ ചെയ്താൽ നമുക്ക് 2,00,000 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാൻ പറ്റും. 2,00,000 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രീ കൺസഷൻ പീരിയഡിലെ ഇൻട്രസ്റ്റ് പ്ലസ് എന്താ കറന്റ് ഇയർ ഇൻട്രസ്റ്റും കൂടി ചേർത്തതാണ്. ഓക്കെ. അപ്പം 2,00,000 അല്ലെങ്കിൽ 30,000 എന്ന് പറയുന്നത്. ക്ലിയർ. പക്ഷെ അത്രയും ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ നോക്കേണ്ടത് എപ്പോഴാണ്? അത് ഒരു സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടി ആകുമ്പോഴാണ്. ഓക്കെ. എന്നാൽ ഇത് ഈ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി ആണ് എങ്കിൽ അവിടെ നമുക്ക് അത്തരം കണ്ടീഷൻ ഒന്നുമില്ല. എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത് അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഓക്കെ. ദെൻ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 2 കേസിലും എന്താണ് 1/5 ആണ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിന് യാതൊരുവിധ ലിമിറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോ നോക്കുക ക്വസ്റ്റ്യനില് ഇൻട്രസ്റ്റ് ഹി ഹാസ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് 2,30,000 ഇൻ ദി കറന്റ് ഇയർ അല്ലെ? ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ അവൻ നൽകിയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ ലോണുമായി ബന്ധപ്പെട്ടിട്ട് 2,30,000 ആണ്. സോ നമുക്ക് ലിമിറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2,30,000 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ 2,30,000 ക്ലിയർ. ദെൻ മൂന്നാമത് എന്താണ്? അടുത്ത ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം എന്താണ്? ഏതാണ് ഐറ്റം? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് അല്ലെ? അപ്പൊ അത് നമ്മൾ പഠിച്ച റൂൾ എങ്ങനെയാണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 1/5 അല്ലെ? 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അല്ലെ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോ നമുക്ക് ബ്രാക്കറ്റിൽ കാണിക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് 10,00,000 രൂപയാണ്. ടോട്ടൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് 10,00,000 ആണ്. അപ്പൊ 10,00,000ന്റെ 1/5 നമുക്ക് ബ്രാക്കറ്റിൽ അത് കാണിക്കാം. കാൽക്കുലേഷൻ എത്രയാ? 10,00,000 10,00,000 ഇൻറ്റു 1/5 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 10,00,000ത്തിന് 1/5 എന്ന് പറയുമ്പോൾ 2,00,000 അല്ലെ? അപ്പൊ 2,00,000 നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൈനസ് ചെയ്യാം. 2,00,000. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനില് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന മാക്സിമം ഡിഡക്ഷൻസ് ആയിട്ടുള്ള 3 ഡിഡക്ഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്തായാലും ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട ഡിഡക്ഷൻ അത് 30% നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് കറന്റ് ഇയറിൽ അവൻ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് 2,30,000 ആണെന്ന് പറയുന്നുണ്ട്. സോ അത് നമുക്ക് മൈനസ് ചെയ്യാൻ എടുക്കാം. കാരണം ഇതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. അവിടെ എമൗണ്ടിന് ലിമിറ്റ് ഒന്നുമില്ല. ഓക്കെ.
അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ടോട്ടൽ ഇൻട്രസ്റ്റ് 10,00,000 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്കറിയാം പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? അതിന്റെ 1/5നെയാണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. കാരണം പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റിനെ 5 വർഷം കൊണ്ടാണ് നമ്മൾ എഴുതി കളയുക. അപ്പൊ അതുകൊണ്ടാണ് അതിനെ 1/5 എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ 10,00,000 ആണ്. 10,00,000ത്തിന്റെ 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10,00,000ത്തിന് 1/5 എന്ന് പറയുന്നത് 2,00,000 ആണ്. അപ്പോ അത്രയും എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാന്ന് നോക്കാം. 5,20,000 ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഓക്കെ. 5,20,000 മൈനസ് 1,56,000 മൈനസ് 2,30,000 മൈനസ് 2,00,000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? നെഗറ്റീവ് ആണ് കിട്ടുന്നത്. നെഗറ്റീവ് 66,000 ആണ് ആൻസർ വരുന്നത്. ചെയ്ത് നോക്കുക. നെഗറ്റീവ് 66,000 അല്ലേ? അപ്പൊ ആൻസർ നെഗറ്റീവ് ആയത് കൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിക്കുക? നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് അപ്പൊ അത്. ഇവിടെ ആൻസർ വരുന്നത് നെഗറ്റീവ് ആണ്. സോ അതെന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല. എന്താണ്? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ. നമുക്ക് കിട്ടുന്ന ആൻസറിനെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് നമ്മളിപ്പോ ചെയ്തതിന്റെ കിട്ടിയ ആൻസർ. എത്രയാണ്? 66,000 66,000. ഓക്കെ. ക്ലിയർ? ചെയ്ത് കഴിഞ്ഞോ അതിനോടൊപ്പം? സംഭവം ഈസി അല്ലേ ചെയ്യാന്? പറയൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇന്ന് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പോകുന്നത്. നമുക്ക് വല്ലാതെ ഇനി സ്ലോ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കും. ഓക്കെ ആണ്. യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോളൂ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആൻസർ ഫുള്ള് നോട്ടിലേക്ക് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തുടങ്ങാം. ഓക്കെ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കൂ. കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ളത് മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി ഹൗസ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ 18,000 രൂപയാണ് പെർ ആനം. ഫെയർ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട് 17,500. ആക്ച്വൽ റെന്റ് എത്രയാണ്? 2,000 പെർ മന്ത് ആണ്. ദെൻ മുനിസിപ്പൽ ടാക്സ് 3,000 പെർ ആനം ഉണ്ട്. ആനം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ് വാസ് കംപ്ലീറ്റഡ്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് 1/4/2020 പറയുന്നുണ്ട്. 1/4/2020. ഓക്കെ. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ദെൻ ദ ഹൗസ് വാസ് ലെറ്റ് ഔട്ട് ഫോർ എ പീരീഡ് ഓഫ് 1st April 2020 to 31st December 2020. അപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്ന് ഏപ്രിൽ 2020 മുതൽ എന്താണ് ഡിസംബർ 2020 വരെ. ഓക്കെ. ഇറ്റ് വാസ് സെൽഫ് ഒക്യുപ്പൈഡ്. അതിനുശേഷം ആ വീട് അയാൾക്ക് തന്നെ താമസിക്കാൻ വേണ്ടി എടുത്തു. ഓക്കെ. 1/1/2021 മുതൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഒരു 9 മാസത്തോളം അവർ വാടകയ്ക്ക് കൊടുത്തു. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്തു? 9 മാസം എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കിയാൽ മതി ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ. കാരണം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ 9 മാസമാണ്. ഓക്കെ. ഡിസംബർ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പൊ ഏപ്രിലും ഡിസംബർ ഇൻക്ലൂഡഡ് ആണ്.
അപ്പൊ ഏപ്രിൽ 1 ഡിസംബർ 31. അപ്പൊ അത് എണ്ണി നോക്കുമ്പോൾ 9 മാസം. അപ്പൊ 9 മാസം വരെ അവർ ആ വീട് വാടകയ്ക്ക് കൊടുത്തു. ദെൻ അതിൽ നിന്നും അതിനുശേഷം അവരെന്ത് ചെയ്തു? ആ വീട് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. സെൽഫ് ഓക്യുപൈഡ് ആയി. ഓക്കെ. ദെൻ ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. എത്രയാണ്? 1800. ലാൻഡ് റവന്യൂ ഉണ്ട്. ആ ലാൻഡിൽ നിന്നുള്ള വരുമാനമുണ്ട് 3000 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദി പീരീഡ്. അവിടെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നത് 1/4/2017 ടു 31/3/2020 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? കാരണം എന്താണ്? നമ്മുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് 1/4/2020 1/4/2020 മുമ്പുള്ള ഡേറ്റ് ആണല്ലോ ഈ പറയുന്ന 1/4/2017 31/3/2020 എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ 1/4/2017 മുതൽ 31/3/2020 വരെയുള്ള ആ ഒരു പീരീഡിലേക്ക് ഉള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ വേർഡ്സിൽ തരാതെ ഇങ്ങനെ നമുക്ക് തരും. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആ ഇൻട്രസ്റ്റ് എന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത്? കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് 1/4/2020 എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 1/4/2020 തൊട്ട് മുമ്പത്തെ ഡേറ്റ് ആണ് 31/3/2020 എന്ന് പറയുന്നത്. അപ്പൊ 31/3/2020 വരെയുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ഇവിടെ എത്രയുണ്ട്? 22,500 രൂപയുണ്ട്. ക്ലിയർ? 22,500 രൂപ ഇവിടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ആൻഡ് 1/4/20 ടു 31st March 2021 എത്രയുണ്ട്? നമുക്ക് 7,500 ഉണ്ട്. അപ്പൊ അത് കറന്റ് ഇയർ ഇൻട്രസ്റ്റ് 7,500 ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് 22,500 ഉണ്ട്. ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് നമ്മൾ പഠിച്ച എല്ലാ പോയിന്റ്സും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇതില് സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടിക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്? നിൽ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിലും ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ ആയിരിക്കുമോ? വെറുതെ ഒരു സംശയം നമുക്ക് തോന്നാം. ഓക്കെ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഠനം ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ. കംപ്ലീറ്റ് നമ്മൾ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ ആവില്ല. എന്തുകൊണ്ടാണ്? ഗ്രോസ് ആനുവൽ വാല്യൂ നിൽ ആവണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ കംപ്ലീറ്റ്ലി എന്തായിരിക്കണം? സെൽഫ് ഒക്യുപൈഡ് ആയിരിക്കണം. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ്? 12 മാസത്തിൽ 11 മാസവും നമ്മൾ സെൽഫ് ഒക്യുപൈഡ് നമ്മൾ നമ്മുടെ താമസത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. പക്ഷെ കേവലം ഒരു മാസം വാടകയ്ക്ക് കൊടുത്താൽ പോലും എന്താണ്? ഈ പാർട്ട് ഓഫ് ദി ഇയർ നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ പോലും അത് എന്തായിട്ട് മാറും? സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യം നമുക്ക് ഇല്ലാതാവും. ഓക്കെ. നമ്മൾ എന്താണ് വാടകയ്ക്ക് കൊടുത്ത കാരണത്താൽ അത് എന്തായിട്ട് മാറണം? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പൊ ഈ പ്രോബ്ലത്തില് 9 മാസം വരെ ഇവര് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 മാസമാണ് അവർ സെൽഫ് ഒക്യുപൈഡ് ആയിട്ടുള്ളത്. സോ അവിടെ നമുക്ക് എന്ത് പ്രസക്തി ഇല്ല? നമ്മൾ വാടകയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ സെൽഫ് ഒക്യുപൈഡ് ആയി എന്നതുകൊണ്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഇല്ല. ക്ലിയർ? കാരണം എന്താണ്? സെൽഫ് ഒക്യുപൈഡില് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്കിവിടെ കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഹോൾ ഇയർ നമ്മൾ സെൽഫ് ഒക്യുപൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഗ്രോസ് ആനുവൽ വാല്യൂ 0 ആവുക. ഓക്കെ. എന്തുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ 0 ആയാലും നമുക്ക് എത്ര ബെനിഫിറ്റ്? കാരണം നമുക്കറിയാം ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇൻകം ഉണ്ടായാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പൊ ഇൻകം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഒരു വ്യക്തിക്ക് കണക്കിലെങ്കിലും ഇൻകം ഇല്ലാത്ത അവസ്ഥ. ആരും എന്താണ് പ്രാക്ടിക്കലി ആരും വരുമാനം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് കൊടുക്കാനുള്ള ഇൻകം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. എല്ലാവരും ആഗ്രഹിക്കുക. അപ്പൊ ഈ ഒരു കേസിൽ എന്താണ് സെൽഫ് ഒക്യുപൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടില്ലായിരുന്നു. പക്ഷെ അയാൾ 9 മാസം വാടകയ്ക്ക് കൊടുത്തത് കൊണ്ട് എന്താണ് ആ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ക്ലിയർ? ആ പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് അതിനകത്ത് വരാനുള്ള ഒരു കൺഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കൺഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഫയർ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 18,000 രൂപ, ലാൻഡ് റവന്യൂ 3,000 രൂപ എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റംസ് നമുക്ക് ഇതുവരെ കാണാത്ത 2 ഐറ്റംസ് ക്വസ്റ്റ്യനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഡൗട്ട് തോന്നാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഫോർമാറ്റ് തന്ന സമയത്ത് ആ ഫോർമാറ്റിനുള്ളിലുള്ള ഐറ്റംസ് മാത്രം നിങ്ങൾ എവിടെ എടുത്താൽ മതി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷനിൽ എടുത്താൽ മതി. വേറൊരു ഐറ്റം പോലും അതായത് നമുക്ക് തോന്നും എന്താണ് വീടിന് പെയിന്റ് ചെയ്തു, വീടിന്റെ റിപ്പയർ,
എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഐറ്റംസ് ഇങ്ങനെ കാണും. അപ്പൊ ആ ഐറ്റംസ് ഒക്കെ വീടുമായി ബന്ധപ്പെട്ടതല്ലേ, ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടതല്ലേ എന്ന് തോന്നിയിട്ട് നമ്മൾ മൈനസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ കണ്ടുപിടിക്കുന്നത്.